വൺ നേഷൻ വൺ ഇലക്ഷൻ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇത് പ്രാബല്യത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അല്ലെ. എന്നാൽ ഇപ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷൻ മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞു. മുൻ രാഷ്ട്രപതിയായിട്ടുള്ള രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച റിപ്പോർട്ട് സെൻട്രൽ ക്യാബിനറ്റ് അംഗീകരിച്ചു കഴിഞ്ഞു. ഈ വരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 ലോക്സഭാ ഇലക്ഷനിൽ BJPയുടെ പ്രകടന പത്രികയിൽ ഉയർന്നു വന്ന ഒന്നായിരുന്നു ഇത്. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് വൺ നേഷൻ വൺ ഇലക്ഷൻ. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? വരാൻ പോകുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിച്ചാൽ ചർച്ചയാകാൻ പോകുന്നവ എന്തൊക്കെയാണ്? ഞാൻ സ്വാതിശ്രീ KS. Let us talk about everything. Welcome back to Talk Space. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന അജണ്ടകളിൽ ഒന്നായിരുന്നു ഇത്. ഇതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച വ്യക്തിയാണ് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ്. ഇദ്ദേഹമാണ് ഈ സമിതിക്ക് നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഇലക്ഷൻ 3 തരത്തിലുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ്, അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പ്, മറ്റൊന്ന് ലോക്കൽ ബോഡീസ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയവ അടങ്ങുന്ന ഒരു തിരഞ്ഞെടുപ്പ്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പുകൾ എല്ലാം നടക്കുന്നത് പല സമയങ്ങളിലും കാലാവധിയിലുമായിരുന്നു. പക്ഷെ ഇതെല്ലാം ഒന്നിച്ചു നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 1960 കാലഘട്ടങ്ങളിലെ തുടക്കങ്ങളിൽ വരെ ഒന്നിച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പ് രീതി ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത്, അതായത് 1951 മുതൽ 60കളുടെ തുടക്കം വരെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് രീതിയായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സർക്കാർ വീഴാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഇടക്കാല തിരഞ്ഞെടുപ്പുകളിലേക്ക് നയിക്കുകയും ലോകസഭയിലേക്കും സംസ്ഥാനങ്ങളിലേക്കും ഒരുമിച്ചുള്ള തിരഞ്ഞെടുപ്പുകളുടെ രീതി തടസ്സപ്പെടുകയും ചെയ്തത്. അങ്ങനെ 1971 തെരഞ്ഞെടുപ്പാണ് ഒരേ സമയം വോട്ടെടുപ്പ് എന്ന മുൻ സമ്പ്രദായത്തെ ഇല്ലാതാക്കിക്കൊണ്ട് വന്ന ആദ്യ തിരഞ്ഞെടുപ്പായിട്ട് മാറിയത്. എന്നാൽ വീണ്ടും പഴയ വോട്ടെടുപ്പ് സമ്പ്രദായ രീതിയിലേക്ക് മാറാനുള്ള ഒരു പ്രധാന കാരണം തിരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത കാലാവധിയിലും നടക്കുന്നത് കൊണ്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കായാലും സർക്കാരിനായാലും ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ വ്യത്യസ്ത സമയങ്ങളിൽ നടക്കുന്ന ഇലക്ഷനുകളെ ഒരേ സമയത്ത് നടത്തുന്നതിനെയാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ലോക്സഭാ നിയമസഭാ ഇലക്ഷൻ നടക്കാറുള്ളത് വലിയൊരു ഗ്യാപ്പിലായിരിക്കും. അതായത് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് 1-2 വർഷം ഗ്യാപ്പിലായിരിക്കും നിയമസഭാ ഇലക്ഷൻ നടക്കാറ്. എന്നാൽ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന പ്രപ്പോസൽ അനുസരിച്ച് ഈ 2 ഇലക്ഷനുകളും ഒന്നിച്ചാകും. പക്ഷേ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാകും, ഈ ഒറ്റ ദിവസം കൊണ്ടാണോ എന്നുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും നമുക്ക് നടത്താൻ സാധിക്കാറില്ല. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ പല ഘട്ടങ്ങളായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അതായത് 7 ഘട്ടങ്ങളായാണ് നടത്തിയത്. ഇവിടെ വൺ നേഷൻ വൺ ഇലക്ഷനിൽ ഈ 2 ഇലക്ഷനുകളും, അതായത് ലോക്സഭാ നിയമസഭാ ഇലക്ഷനും 3 മാസം കൊണ്ട് പൂർത്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും മറ്റു പല ദൂഷ്യഫലങ്ങളും ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയുന്ന ഒരു കാര്യമാണ്, ലോക്സഭാ നിയമസഭാ കാലാവധി എന്ന് പറയുന്ന 5 വർഷമാണെന്നുള്ളത്. പക്ഷേ ഈ 5 വർഷം പൂർത്തിയാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് ഇടയ്ക്ക് വെച്ച് മാറാം. സർക്കാർ ഇടയ്ക്ക് വെച്ച് വീഴുകയോ മറ്റു ചെയ്താൽ 5 വർഷം പൂർത്തിയാക്കാൻ കഴിയില്ല.
പല സംഭവങ്ങൾ എടുത്തു പറയാനാണെങ്കിൽ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഭരണം തികയ്ക്കാതെ പാതി കൊണ്ട് ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥ പലവട്ടം, ഒരു വർഷം കൊണ്ടും 6 മാസം കൊണ്ടും സർക്കാർ വീഴുന്ന അവസ്ഥകൾ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇക്കാര്യം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച ഒരു വിഷയം കൂടിയാണ്. മാത്രമല്ല, ഈ 3 തിരഞ്ഞെടുപ്പുകളും ഒന്നിച്ചു നടത്തുന്നതിലൂടെ വളരെ ചിലവ് വഹിക്കേണ്ടി വരും. പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ നീക്കമാണെന്നുള്ളതാണ്. അതിനുള്ള ഒരു കാരണം അവർ പറയുന്നത്, സംസ്ഥാന ഭരണങ്ങളിൽ കാര്യമായ സ്വാധീനമില്ല BJPക്ക്, അല്ലെ? ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് സാധാരണ BJPക്ക് പലപ്പോഴും എഡ്ജ് ലഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ BJP കാര്യമായ നേട്ടം ലഭിക്കാറില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ട് നേട്ടം BJPക്ക് ലഭിക്കുന്നുമുണ്ട്. ഇത് കണക്കാക്കിയുള്ള രാഷ്ട്രീയ നീക്കമായിട്ട് വ്യാഖ്യാനിക്കാമെന്നാണ് ഇന്ത്യ മുന്നണി പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. 15ഓളം പാർട്ടികളാണ് ഇപ്പോൾ എതിർപ്പറിയിച്ചിട്ടുള്ളത്. ചില പാർട്ടികൾ അവരുടെ അഭിപ്രായം പോലും അറിയിക്കാതായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഭാരിച്ച ചിലവ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇന്ത്യ എന്ന വലിയ രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളും അതുപോലെ സ്വന്തമായി നിയമസഭകൾ ഉള്ള ഒരു യൂണിയൻ ടെറിട്ടറികളുമുള്ള കേന്ദ്ര സർക്കാരുകളും ഒക്കെ ഉള്ളപ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭാരിച്ച ചിലവ് ഏറിയതാണ്. അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇലക്ഷൻ വരുമ്പോൾ എടുത്തു പറയേണ്ടതാണ് ഫോഴ്സിന്റെ, അതായത് ഈ പോലീസിന്റെയും സൈന്യത്തിന്റെയും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വിന്യാസം എന്നുള്ളത്. ഇവിടെ പ്രധാനമായും എടുത്തു പറയാനുള്ളത്, സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ബാധിക്കാൻ പാടില്ല. കൂടാതെ ചിലവ്, ഇത് രണ്ടും വില്ലനായി മാറുകയാണ്. ശൈത്യകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിച്ചാൽ ബില്ല് പാസ്സായി എന്നല്ല അതിനർത്ഥം. ഇതിനു പിന്നിൽ ഒരുപാട് വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്ത് വോട്ടിനിടും. അങ്ങനെ ആ വോട്ടിംഗ് ജയിച്ചാൽ മാത്രമേ ഈ ബില്ല് പാസ്സാകുകയും, അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ ഇതൊരു നിയമമായിട്ട് മാറുകയും ചെയ്യും. ഇനി വോട്ടിങ്ങിൽ പരാജയപ്പെട്ടാലോ ബില്ല് മടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്ന് കരുതി ഇത് പ്രാബല്യത്തിൽ വരാൻ പോകണമെന്നുമില്ല. ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് ഇതിന്. പാർലമെന്റിന്റെ ഇരുസഭകളും 3/2 ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കണം. കൂടാതെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും 50% സംസ്ഥാനമെങ്കിലും ഈ ബില്ലിനെ അംഗീകരിക്കണം. എന്നാൽ മാത്രമേ ഈ ബില്ല് നിയമമായി മാറുകയുള്ളൂ. സാങ്കേതികമായും ഒരുപാട് വെല്ലുവിളികൾ ഈ ബില്ലിൽ നേരിടുന്നുണ്ടെങ്കിലും ഇത് പ്രാബല്യത്തിൽ വരാൻ സാധ്യത കൂടുതലുമാണ്. കാരണം ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ പകുതിയിലധികം സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമോ അല്ലെങ്കിൽ BJP അംഗമായിട്ടുള്ള മുന്നണിയോ ആണ് ഭരിക്കുന്നതെങ്കിൽ അവിടെ നിന്നും ഈ ബില്ല് അംഗീകരിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും 1 നേഷൻ 1 ഇലക്ഷൻ ഇന്ത്യയിൽ വരുമോ എന്ന് ചോദിച്ചാൽ വരും എന്ന് പറയാം. പക്ഷേ ഒരുപാട് ചലഞ്ചുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വരാൻ പോകുന്നത് രാജ്യത്തിന് മാറ്റമാണോ അതോ ദോഷമാണോ എന്നുള്ളത് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷം തീരുമാനിക്കാം. 1 നേഷൻ 1 ഇലക്ഷൻ വരുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും അതുപോലെ നിർദ്ദേശങ്ങളും ഈ ചാനലിന് ഒരുപാട് വിലപ്പെട്ടതാണ്. അപ്പോൾ മറക്കാതെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബൈ.